പാണ്ടിക്കരിമ്പാറ പോലെയാണ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. ഹലോ, എല്ലാവർക്കും അറിയാലോ ഇവരെ രേണു സുധീന്റെ വീഡിയോ പോലെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ മച്ചന്മാരുടെ വീഡിയോ. ഇവരെ ചാനലിന്റെ പേരാണ് മല്ലു റാപ്പർ. ശരിക്കും ഈ മച്ചന്മാരുടെ പേരാണ് മധു റാബീസ്. രേണു ഭയങ്കര സീരിയസ് ആയി ചെയ്യുന്ന വീഡിയോ ആണ് ഇവർ കോപ്രായങ്ങളിൽ കൂടി ജനങ്ങൾക്ക് കാണിക്കുന്നത്. പക്ഷേ അത് ജനങ്ങൾ വളരെയധികം അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് എന്റർടൈൻമെന്റ് ഉള്ള വീഡിയോ ആണ്. ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട രേണുവിനെ ഒരുപാട് ട്രോള് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. അതിലൊരു വീഡിയോ 5 മില്യൺ വരെ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാവേ. രേണു ഈ മച്ചന്മാരെ കൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. നീ രണ്ടാണോ എന്റെ മുന്നിൽ വന്നോണ്ടല്ലോ കാണിച്ചേരാ. എന്നാലും ഇവിടെ മല്ലുപേപ്പർ നിന്നെ എന്റെ കണ്ണു മുന്നിൽ വന്നോണ്ടല്ലോ തുപ്പും. എന്റെ പൊന്നും മച്ചന്മാരെ, രേണുവിന്റെ ഇപ്പൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. മുന്നിൽ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. തുപ്പെന്നാണ് പറയുന്നത്. മുമ്പിൽ പോകരുതേ, രേണുവിന്റെ മുമ്പിൽ പോകുകയേ ചെയ്യരുത്. നിങ്ങളെ കണ്ടതിനെ തുപ്പും എന്നൊക്കെ പറയുന്നുണ്ട് രേണു. നമുക്ക് മല്ലു റാപ്പറിന്റെ ഈ പീനിട്ടുള്ളൊരു കളിയുണ്ട്. പീനെടുക്കുന്ന ഒരു കളി. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് രേണുവിന്റെ അഭിപ്രായം ഒന്ന് കേട്ടോക്കിയാലോ. കേട്ടോക്കാം. നിനക്കൊക്കെ എന്തുവാടാ, നിനക്കൊക്കെ കഴിവുണ്ടോടാ? നീ എന്റെ മുന്നിൽ ഇങ്ങോട്ട് വാ. നീ രണ്ടാണോ എന്റെ മുന്നിൽ വന്നോണ്ടല്ലോ കാണിച്ചു തരാം ഞാൻ. എന്നാലും ഇവിടെ മല്ലുപേപ്പർ നിന്നെ എന്റെ. അപ്പൊ ഇതാണ് രേണുവിന്റെ മറുപടി. പീനെടുക്കുന്നത് അവേ മോനെ, ഏത് പീനെടുക്കലാടാ പീനെടുക്കുന്നേന്ന്. അപ്പോ ഒരു പേപ്പറിനെ കൊണ്ടെല്ലാം തുന്നിയിട്ട് ഒരു വീഡിയോ ഉണ്ട്. അത് നമുക്ക് കാണാം. ഈ അളക്കാത്ത ഷെഡി കാണാണ്ടായി. പൊളിച്ചെടുക്കാം. അതൊരു വീഡിയോ ആണ്. സൂപ്പർ വീഡിയോ ആണ് മച്ചന്മാരെ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടോക്കിയാലോ. ഹലോ ഗായ്സ്, എന്നെ മനസ്സിലായി. ഞാനാണ് രണാസൂനായിട്ട് മനസ്സിലായി. കൂറ്റലങ്ങാടി ദാസേട്ടൻ പൊളിച്ചെടുക്കാം തന്നെ. പിന്നെ എന്റെ പുതിയൊരു ആൽബം ഇറങ്ങിയിട്ട് അക്കരെ പറമ്പിൽ മീനുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ഒരു ആൽബം ഇറങ്ങി കാണാണ്ടായി. അതിന് ഭയങ്കര സപ്പോർട്ട് ഇട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് ബോക്സ് കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ്. അതൊന്നും പറഞ്ഞില്ല, എന്റെ മനസ്സ് കല്ല. പിന്നെ ഈ ഡ്രസ്സിന് കോസ്റ്റ്യൂം എടുത്ത് തന്നത് നമ്മുടെ ദാസേട്ടനാണ്. ദാസേട്ടൻ അതിന്റെ അഭിപ്രായം പറ്റാ അതന്നെ. അപ്പൊ നല്ല ഭംഗിയിട്ട്. അപ്പൊ ഈ കൈയൊക്കെ പൊത്തി വിട് അല്ല, ഞാൻ മാന്യമായ ഡ്രസ്സ് ഇട്ടുള്ളത്. ഞാൻ വിഷുവിന് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വയറ് പൊത്തി ഭയങ്കര വിവാദമായി. പിന്നെ എന്റെ അപ്പൊ നമ്മൾ കണ്ടല്ലോ ഈ അളക്കത്ത ഷെഡി കാണണ്ടായി. പൊളിച്ചെടുക്കാം. ഇതെല്ലാം എവിടുന്നിടെ കിട്ടുന്നു. സൂപ്പറാണ്, അടിപൊളി വീഡിയോ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇത്രയധികം ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ വൈറലായി കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ മച്ചന്മാർ വൈറലായത്. ഇനി ഒരു വീഡിയോ ഉണ്ട്, കടൽക്കാരൊക്കെ തോന്നുന്നു അവരെടുക്കുന്നത്. കല്ലെടുക്കിലെ ഞണ്ട്, കല്യാണത്തിന് പോണ്ടേ, താലിമാല എന്നെല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. മറ്റേ എന്നാന്ന് രണാസുന ഇങ്ങനെ തിരികെ വെച്ചിട്ടുള്ള എന്നാ ചിരിച്ച് ചത്തേൻ്റെ മച്ചന്മാരെ. അടിപൊളി വീഡിയോ ആണ്. നമുക്ക് ബിക്കിനി ഷൂട്ടിംഗ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കിയാലോ. കല്ലെടുക്കില്ല ഞണ്ട്, കല്യാണത്തിന് പോണ്ടേ, താലിമാല. ഹായ് നമസ്കാരം, എന്റെ പേര് സുന ഫാത്തിമ. ഓ മാൻ, ഞാനിപ്പോ ബിക്കിനി ഷൂട്ടിലാണ്. അപ്പൊ ബിക്കിനി ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവര് വേഗം വരിക. ഇന്ന് എന്റെ ഫ്രണ്ടും കൂടി എന്റെ കൂടെ. കാണിക്കൂ. പക്ഷേ അങ്ങനെ കുറെ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടില്ലേ? അതെ. പിന്നെ ബിക്കിനി എടുക്കാൻ പറ്റിയ, നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല കടപ്പുറം ഏരിയക്ക് പറയാം. അവിടെ വന്ന് ബിക്കിനിയിൽ ഷൂട്ട് എടുക്കാന്. അതിന്റെ പുതിയ കോസ്റ്റ്യൂം പുതിയതല്ലേ?
അപ്പൊ ഞാന് സ്പെഷ്യൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് ഫുൾ നൂഡ് പിക്ക്. ഹണിമൂണാ ഞങ്ങൾ മൂന്നാറിക്ക് പോണേ. ചേച്ചി ഇപ്പഴേ വേർത്തു, കുറച്ചിങ്ങനെ നന്നായി വേർത്തു. അപ്പൊ എന്റെ വീഡിയോ ഇത്രയ്ക്കല്ലേ ഉള്ളൂ. നമ്മള് ഇനി എനിക്ക് ഈ മച്ചാന്മാരെ വീഡിയോസ് കണ്ടൊരു റിയാക്ഷൻ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. സൂപ്പറാണ്, ഒന്നിനൊന്നും മെച്ചാണ്. ജനങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എന്റർടൈൻമെന്റ് വീഡിയോ നിങ്ങളുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും ചെയ്യുക, അടിപൊളി വീഡിയോ ആണ്, എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ്, സൂപ്പറാണ്. ചിരിച്ചിരിച്ച് ചത്തു എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. നിങ്ങൾ ഇനിയും ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ. ബൈ.